കോട്ടയം തെള്ളകത്ത് പോലീസുകാരനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് പ്രതി ജിബിൻ ജോർജിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, വിവരങ്ങൾ. പ്രവിധ അല്പസമയം മുമ്പാണ്, അതായത് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്നും പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത്, അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തി. ഏകദേശം 5 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു. അവിടെ നിർത്തിക്കൊണ്ട് തന്നെ, ആ സംഭവം നടന്ന സ്ഥലത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്താണ് ചെയ്തത് എന്ന് ജിബിനോട്, ഈ പ്രതിയായിട്ടുള്ള ജിബിനോട് ചോദിച്ചു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ വെച്ചാണ് ഈ കൃത്യം നടത്തിയതെന്ന് ജിബിൻ പറഞ്ഞു. അതിനുശേഷം അപ്പോൾ തന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, യാതൊരു കൂസലും യാതൊരു അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു മുഖഭാവമായിരുന്നു ഈ പ്രതി ജിബിന് ഉണ്ടായിരുന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മുഖത്ത് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇവിടെ വെച്ച് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളത് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. നിലവിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ കൂടി അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അതായത് ക്രൂരമായിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചു, അതേ തുടർന്ന് വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറുന്നു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം, അത്രയും വലിയൊരു കൊലപാതകം നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ തന്നെയാണ് ഈ പ്രതി ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ സാധിച്ചു. എന്തായാലും പോലീസ് അവരുടെ നടപടികൾ ഓരോന്നായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തെളിവെടുപ്പ് കഴിഞ്ഞു. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യലോ തെളിവെടുപ്പോ ഒക്കെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും അതിലേക്കൊക്കെ പോവുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കടമ്പ പോലീസ് കടന്നിരിക്കുന്നു. തെളിവെടുപ്പ് എന്ന് പറയുന്നത് അടിപിടി ഉണ്ടായ സാഹചര്യത്തിൽ മറ്റാർക്കെങ്കിലും എതിരെ കേസ് എടുത്തിട്ടുണ്ടോ പോലീസ്? നിലവിൽ അങ്ങനെ കേസ് എടുത്തിട്ടില്ല. അതായത് നിലവിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു തർക്കം, ആ കടക്കാരും അതുപോലെ തന്നെ ഈ പ്രതിയുമായി ഉണ്ടായ തർക്കം എന്താണ്, അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്, എന്തിനാണ് ഈ പ്രതി ഇവിടെ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ തുടർന്ന്, അതായത് പിന്നീടായിരിക്കും ഈ ഒരു കേസ് നടപടികളിലേക്ക് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാഥമികമായി ഈ കൊലപാതക കേസാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് ഈ തെളിവെടുപ്പാണ്. അത് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിന് ശേഷമാണ് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇനി റിമാൻഡിലേക്ക്, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ള ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. അത് ഉടൻ തന്നെ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കോടതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമം പൂർത്തിയാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ പ്രതിയെ പിടിച്ചിരുന്നു. അതൊരു നിർണായക വഴിത്തിരിവാണ് ഈ കേസിൽ. അതായത് ഇന്നലെ ആ സംഭവം നടന്ന് ഈ ഉദ്യോഗസ്ഥൻ നിലത്ത് വീണ് അവിടെ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഇവിടേക്കെത്തിയ രാത്രിയിലെ പെട്രോളിംഗ് CI ആയിട്ടുള്ള കുമരകത്തെ ഷിജി സാറിന്റെ ഒരു ഇടപെടലാണ് ഈ പ്രതിയെ ആ സമയത്ത് പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത്. അത് ഈ കേസിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ആ പ്രതിയെ പിടികൂടാനായി. ഒപ്പം ഇന്നിപ്പോൾ പോലീസുകാരൻ മരിച്ച ഒരു ദിവസം ആയിട്ടില്ല, 24 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു പോലീസുകാരൻ്റെ ജീവനാണ് ഈ വഴക്കിനിടെ പൊലിഞ്ഞത് എന്നുള്ളതാണ്.